ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. റവ കൊണ്ട് ഉപ്മാവ് ഒഴികെ വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് പിടിച്ചോ. അടുത്ത ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് റവയും 1/2 കപ്പ് മൈദയും അതുപോലെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുള്ളു ഉപ്പും 1 കപ്പ് ശർക്കര ഉരുക്കിയത്, അതായത് ഞാൻ 2 ക്യൂബ് ശർക്കര 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കി അരിച്ച് മാറ്റി വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ആദ്യം ബ്ലെൻഡ് ചെയ്തപ്പോൾ പാല് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ റവ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കുറച്ച് നേരം ഇരിക്കുമ്പം റവ ഒന്നും കൂടെ തിക്കാവുമല്ലോ. അതിനായിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂണോളം സോഡാപ്പൊടിയും അതുപോലെ 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ തിക്നെസ് ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒരുപാട് ലൂസായി പോകരുത്. നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. എന്നിട്ട് ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നിട്ട് ചെയ്യുക. അതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 10-13 അപ്പം വരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ റവയുടെ അളവ് മാറ്റം വരുത്തുമ്പോൾ അതുപോലെ തന്നെ ശർക്കരയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാരയും യൂസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കണ്ടാലോ. പുറമേ നല്ല ക്രിസ്പിയും എന്നാൽ അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. പുതിയ റെസിപ്പീസായിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.